ഒത്തിരി വ്യത്യാസത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് കേട്ടോ. സാധാരണ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ പരിസരമൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഞാൻ നേരത്തെ വ്ലോഗുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ പോവുകയാണെന്നൊക്കെ. നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ നാട്ടിലെ വ്ലോഗാട്ടോ. രാവിലെ അങ്കൂലാക്കി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ദേ എഴുന്നേറ്റ് പുറത്തോട്ട് പോവുകയാണ്. നമ്മളിപ്പം എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്, കൊച്ചിയിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ അവിടുന്ന് കാറിലാണ് വന്നത്. 4 ദിവസം എടുത്തു. 4 ദിവസം കണ്ടാണ് കൊച്ചിയിൽ എത്തിയത്. അപ്പം അമ്മ ഇവിടെ ഉള്ളതിപ്പോൾ, അവളുടെ ഇവിടെ നിൽക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം നമ്മൾ അമ്മയും ഇവരൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊല്ലത്തോട്ട് പോകും. അമ്മ രാവിലെ എഴുന്നേറ്റ് ഇതേ കിച്ചണിലെ ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ തിളയ്ക്കുന്നുണ്ട്. അമ്മ ഞാൻ ഒത്തിരി വട്ടം കാണിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പഴയ വ്ലോഗിലൊക്കെ. അമ്മയുടെ പാചകമൊക്കെ ഇട്ടിട്ടുണ്ട്. ദേ അമ്മ കടല ചട്ടിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. എന്നെ പോലെ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത്. ഞാനെല്ലാം എളുപ്പപ്പണിയാണല്ലോ. അമ്മ ഒത്തിരി സമയം എടുത്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്താണ് എത്ര സമയം ഇല്ലേലും ചെയ്യുന്നത്. സമയം രാവിലെ 7:30 മണി കഴിഞ്ഞു. ഇപ്പം ഇവിടെ അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, മോള് സ്കൂളിൽ പോകണം. അപ്പോൾ വീക്ക് ഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും പോകാനുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമായി. ഇത് ശരിക്കും നമ്മൾ റെന്റിന് താമസിക്കുന്ന വീടാട്ടോ. ഒരു 2 ആഴ്ചയൊക്കെ അവർ കംപ്ലീറ്റ് മാറും. അതായത് ഈ മാസം ജൂണിൽ അവർ ഷിഫ്റ്റ് ചെയ്യും. കാരണം അവരൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട് പാലാരി വട്ടത്ത്. ഇതിപ്പോൾ നിലവിൽ ഇളമക്കരയിലാണ്. അവരിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇവിടെ ആയിരുന്നു. ശരിക്കും ഈ മാസം മാറാമെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾ വിചാരിച്ച് നേരെ പുതിയ ഫ്ലാറ്റിലോട്ട് പോകാമെന്ന്. പക്ഷേ കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്, ഇൻറ്റീരിയർ വർക്കൊക്കെ. ഒരു ആഴ്ചയൊക്കെ കൊണ്ട് തീരും. ഇപ്പോൾ 2 ആഴ്ചക്കൊക്കെ ഈ മാസം എന്തായാലും ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ പോകുന്നതിന് മുന്നേ ഷിഫ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും വരുന്ന വഴി ഞങ്ങൾ ആദ്യം ഇവിടെ തന്നെ കയറി നമ്മുടെ ഞുഞ്ഞുമോനെ കാണാൻ. അനിയത്തിയുടെ പുതിയ വാവയാണ് നമ്മുടെ ഞുഞ്ഞുമോൻ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അവന് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സൃഷ്ടി ഇതേ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ എതിരേറ്റ വേഷമായത് കേട്ടോ. ക്യാപ്റ്റൻ മാർവൽ, അതായത് സൂപ്പർ ഹീറോകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സൂപ്പർ ഹീറോയുടെ വേഷമാണ്. അപ്പം വീഡിയോ അതിൻ്റെ ഒതുങ്ങിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊന്നും അല്ല ആള്. ഗുഡ് മോർണിംഗ്. അപ്പൊ അടുത്ത ആള് ഞുഞ്ഞുമോനും വന്നിട്ടുണ്ട്. സൃഷ്ടി മൂത്ത കുട്ടിയാണ്. രണ്ടാമതാണ് നമ്മുടെ ഞുഞ്ഞുമോൻ അദ്വിക്ക്. എല്ലാവരെയും ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഉള്ള വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ ആൾക്കാർക്കെല്ലാം ഞാൻ ഇവരെയൊന്ന് പരിചയപ്പെടുത്തുക കേട്ടോ. അന്ന് ഞുഞ്ഞുമോൻ ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അമ്മതേ ഞങ്ങൾക്കെല്ലാം ചായ ഇടാനുള്ള പാല് കാച്ചുക. മിൽമ പാലാണ്, അല്ലാതെ ഇവിടെ എന്തോ ഫാം ഫ്രഷ് പാല് കിട്ടും. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ ഈ പാലുമാണ് വാങ്ങുന്നത്. ഞങ്ങളെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവൻ നിൽക്കുകയാണ്. അപ്പം അങ്കുതേ അദ്വിമോനെയും കൊണ്ട് കളിക്കാനായിട്ട് പോവുക. അവനും പാവക്കുട്ടിയെ കുട്ടി പോലെ എടുത്തോണ്ട് പോവുക ഞുഞ്ഞുമോനെ. അവൻ എല്ലാവരും ഇട്ട് അടുക്കും കേട്ടോ, ഒരു വിഷമവും ഇല്ലായിരുന്നു. പിന്നെ വാട്സാപ്പ് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ അവൻ അറിയായിരുന്നു. ദേ രാവിലത്തെ ചായ അമ്മ കൈ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലല്ലേ നമ്മുടെ അമ്മയുടെ ചായ. കിച്ചണിൽ ഇറങ്ങിയപ്പോൾ ദേ വെള്ളം തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് ഓഫ് ചെയ്തു. പിന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സൃഷ്ടിമൊക്കെ കേട്ടോ. അവൾക്ക് രാവിലെ ഇങ്ങനെയുള്ളതൊക്കെയാ കഴിച്ചിട്ട് പോകാൻ ഇഷ്ടം. അവൾ ദേ റെഡിയായി വന്നിട്ടുണ്ട്. എറണാകുളം വെള്ളമക്കരയിൽ ഭവൻസ് സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ ബേക്കറി ബ്രെഡാണ്. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഇതൊന്നും കിട്ടത്തില്ലല്ലോ, ബ്രൗൺ ബ്രെഡ്. അതുപോലെ തന്നെ ഉപ്പ് ബ്രെഡ് പോലത്തെ ബ്രെഡല്ലേ അവിടെ കിട്ടുന്നത്. ഇവിടെ സ്വീറ്റ് ബ്രെഡാണ്. ഇവിടെ നമ്മൾ ബേക്കറി ബ്രെഡ് എന്നല്ലേ ഇതിന് പറയുന്നത്. പിന്നെ അമ്മ അതേ ഓരോരുത്തർക്ക് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഞുഞ്ഞുമോന് പാല് പിടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൻ രാവിലെ വന്നൊരു കുട്ടി പാല് കുടിക്കും. അത് ഞാനാണ് അതിന് കൊടുത്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ സൃഷ്ടിമോളുടെ വണ്ടി വന്നു. ബൈ. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കടലയ്ക്ക് തേങ്ങ വറുത്തയക്കുകയാണ്. തേങ്ങയും പൊടികളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാൻ അമ്മയുടെ കുറേ പാചകങ്ങൾ നമ്മുടെ ഈ ചാനലിൽ പണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ കേട്ടോ. പുട്ടും കടലയാണ്. കടലയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചിടും അവസാനം. അങ്ങനെയാണ് അമ്മയുടെ കടലയുടെ ഫിനിഷിങ്. അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ്.
അങ്കുത ഇവിടെയൊക്കെ കറങ്ങി കിടപ്പുണ്ട്. രാക്കെ എഴുന്നേറ്റ് കുറച്ച് ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യുവാണ്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു പെയിൻറ്റിങ്. പുട്ടും കടലയാ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട് ഇതേ വെള്ളപ്പുട്ട്, ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ സൂപ്പർ പുട്ടാ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇവിടെ ചായ ഇടുന്നത്. മനു ഇതേ അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. അങ്കുവും മനു ഭയങ്കര കൂട്ടാട്ടോ, അവർ ഭയങ്കര സെറ്റാണ്. മനു നന്നായിട്ട് ഫിറ്റ്നസ്സും ഫുഡും ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്കുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒത്തിരി ഇഷ്ടമാണ് മനുവായിട്ട്. അപ്പോൾ നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, കാറിലാണ് വന്നത്. അപ്പോൾ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ ഹോട്ടലിൽ സ്റ്റേ ചെയ്തൊക്കെയാണ് വന്നത്. അപ്പോൾ ആ തുണിയൊക്കെ അതേ കഴിവായിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രീതിയിലുള്ള ഒരു വാഷിംഗ് മെഷീൻ അല്ല, കുറച്ച് അതായത് നമ്മുടെ ശരിക്കും ടോപ്പ് ലോഡല്ലേ, അപ്പോൾ ഇത് ഫ്രണ്ട് ലോഡാണ്. അപ്പോൾ ഞാൻ പാറുവിനെ കൊണ്ട് അതൊക്കെ റെഡിയാക്കിയത്, കാരണം നമ്മൾ സ്ഥിരം ചെയ്യുന്നവരാകുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് അറിയാമല്ലോ. അപ്പോൾ അവൾ വന്നെല്ലാം എന്തായാലും റെഡിയാക്കി തന്നു. ഡോർ അടഞ്ഞില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുമോ വന്ന് ഡോർ അടഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളി തന്നു അവൻ. എല്ലാവരും പുട്ടും കടലയൊക്കെ കഴിച്ച് ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ദേ പുട്ടെടുത്ത് കഴിക്കുക. രാക്കെ കഴിച്ചിട്ടില്ല, രാക്കെ വർക്ക് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കത്തുള്ളൂ. ഞാൻ എന്തായാലും കുറച്ചെടുത്ത് കഴിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പ് വന്നു. അമ്മയുടെ പുട്ടും കടലയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ വിശപ്പും വരുമല്ലോ. ഇതാട്ടോ എൻ്റെ സിസ്റ്റർ പാറു. ദിവ്യ എന്നാണ് പേര് ഒഫീഷ്യൽ, അല്ല ഞങ്ങൾ പാറു എന്ന് വിളിക്കും. മിനിമം ദേ അവൾ പോവാറായപ്പം മുകളിൽ കയറി ഇരിക്കുക. അവനറിയാം അവൻ്റെ അമ്മ പോകാന്ന്. പക്ഷെ കരയത്തൊന്നുമില്ല കേട്ടോ, അവന് ശീലമായി. അവൾക്ക് വീഡിയോ ഒക്കെ കുറച്ച് മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അധികം എടുത്തില്ല, അവൾക്ക് താല്പര്യം അത്ര ഇല്ലാത്തണ്ട. പിന്നെ അല്ലാതെ നമുക്ക് പുട്ടിൻ്റെ കൂടെ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമോൻ കഴിച്ചില്ല. അപ്പോൾ കുറച്ച് അവന് കുറുക്കി അമ്മ കൊടുക്കുകയാണ്. ദോശ കൊടുക്കാമെന്ന് വെച്ച് കൊടുത്തപ്പോൾ എല്ലാം തുപ്പി. പിന്നെ അവന് പെട്ടെന്ന് കുറച്ച് കുറുക്കി കൊടുക്കുന്നത്. തുണി ഇതേ നനച്ച് കഴിയാറായി. ഇനി ടെറസിൽ കൊണ്ട് വിരിക്കണം. രാക്കയും കുഞ്ഞുമോനും അങ്കുവും നല്ല കൂട്ടായിട്ടോ. കുഞ്ഞുമോൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കും. അവൻ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അവൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ചേച്ചിയൊക്കെ അവൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയിട്ടും അവന് വലിയ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ ആരായാലും മതി, പാവം. അപ്പോൾ അനിയത്തി കുറച്ച് ചക്ക, എനിക്ക് ചക്ക വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങി വെച്ചിരുന്നേ തലേ ദിവസം ഫ്രിഡ്ജിൽ പഴുത്തയൊക്കെ വരിക്ക ചക്ക. അപ്പം അമ്മ അത് തണുപ്പ് മാറാനായിട്ട് പുറത്ത് എടുത്ത് വെച്ച് ഞാൻ ദേ തുണി വിരിക്കാനായിട്ട് പോവാണ് മുകളിൽ. അപ്പോൾ ഇപ്പോഴേ വിരിച്ചാൽ വൈകുന്നേരം ഉണങ്ങി കിട്ടും, കാരണം മഴയൊക്കെ വന്നാൽ പിന്നെ പാടല്ലേ. അപ്പം 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് പോവുകയും വേണം. അപ്പം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ. അല്ലെ പിന്നെ എല്ലാം ഇങ്ങനെ കൂര അടിച്ച് കിടക്കും. മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ മഴയായാലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ തൂവാനടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് എന്തായാലും ഉള്ള വെയിലങ്ങ് ഉണക്കിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അവളുടെയും കുറച്ച് തുണികളൊക്കെ അതേ കിടപ്പുണ്ട്. ഞാൻ വിരിക്കാനായിട്ട് പോയപ്പോൾ താഴെ നിന്നൊരു കരച്ചില്ല. അമ്മ കിടന്ന് വിളിക്കുക. കുഞ്ഞുമോ ഞാൻ മുകളിൽ കയറുന്ന കണ്ടിട്ട് അവനും വരണമെന്ന് പറഞ്ഞ് പൂരെ കരച്ചില്ല. ഞാൻ എന്താ താഴെ അവനെ എടുക്കാൻ പോവുക. അങ്കു എൻ്റെ പുറയിലുണ്ട് കേട്ടോ വീഡിയോ എടുത്തു തരാൻ. കാരണം എനിക്ക് ഒരു വശമില്ലല്ലോ, നമ്മൾ സ്ഥലം മാറുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തു തരാം. അപ്പോൾ അവനാണ് എൻ്റെ പുറകിൽ ക്യാമറമാനായിട്ടുള്ളത്. എന്താ കുഞ്ഞുമോനെ ഞാൻ എടുത്ത് മുകളിൽ കൊണ്ടുവന്നപ്പോൾ ഒരു കസേര പൊട്ടിയതാ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇരുത്തി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തുണി അങ്ങ് വിരിക്കുക. അവൻ ഞങ്ങളുടെ പുറത്ത് തന്നെ ഇങ്ങനെ ചുറ്റി നിൽപ്പണ്ടേ. അവനാകെ സന്തോഷമായി. സാധാരണ അമ്മയും അവനും ഒറ്റയ്ക്കാകുമ്പോൾ അവർ രണ്ടുപേരുമായിട്ട് അങ്ങ് പോയിന്. ഇപ്പം ഞങ്ങളെയും കൊണ്ടൊക്കെ കണ്ടുകൊണ്ട് അവനാകെ സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പം ഞാൻ പെടേന്ന് തുണി വിരിക്കുകയാണ്. അങ്കു പിന്നെ അവനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അവനും ഹാപ്പി. Guys, look at Ninyapis. Isn't he so cute? Ninyapis. അപ്പം നമുക്ക് പെട്ടെന്ന് തുണി വിരിച്ചിട്ട് അങ്ങ് പോകാമെന്ന് ഞാൻ പറഞ്ഞ് അങ്കുവിനെയും അവനെയും കൂടെ അവിടെ നിർത്തിയേക്കുക. മെല്ലതേ എന്നിട്ട് ഞാൻ കിച്ചണിലൊന്ന് കറങ്ങി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം എന്തായാലും നമുക്ക് കറങ്ങി നടക്കുന്നതിന് കുഴപ്പമില്ല. അമ്മ ദേ ജോലിയൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഞങ്ങൾ തലേദിവസം വൈകുന്നേരം വന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച കറികളും ചോറുമാണ്. ഞാനങ്ങ് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് കേട്ടോ. നമ്മുടെ കപ്പ കാന്താരി ഇട്ട് മുളകുണ്ടല്ലോ അതിട്ട് ഉടച്ചതുണ്ട്, കൂമ്പ് തോരനുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ പുളിശ്ശേരിയും നമ്മുടെ മട്ടരിയുടെ ചോറും. നിങ്ങളും ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അടുക്കും. ബോളൊക്കെ സുഖമായിട്ട് അങ്കുമായിട്ട് കളിക്കുകയാണ്. രാക്കയുടെ അങ്കുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. ഇതാണിപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഫാമിലി. പാറു അവളെ ഒഫീഷ്യലി ദിവ്യനാണ്, ഹസ്ബൻഡ് മനു, നമ്മുടെ അദ്വിക്ക്, പിന്നെ സൃഷ്ടി മോളും. അപ്പോൾ എല്ലാവർക്കും
അങ്കു നാട്ടിൽ വന്നിട്ടൊരു ഹായ് ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ വരുന്നതിന് മുന്നേ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ വീട്ടിൽ നിന്നുള്ള കുറച്ച് വീഡിയോസും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളില്ലാതെ എന്ത് തെർമൽ ഫാമിലി. ഞാൻ തലേദിവസം ജസ്റ്റ് ഒന്ന് വൈകുന്നേരം റൗണ്ട് അടിച്ചു. കാരണം കണിക്കൊന്ന നിറച്ച് പൂത്ത് നിൽക്കുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ. കണിക്കൊന്ന കാലം അവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അതൊക്കെ പൊഴിഞ്ഞു പോകും. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കൊഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് അതായത് പിക്ചറും വീഡിയോസും ഒക്കെ എടുത്ത. അപ്പോൾ ആ ഒരു വീഡിയോ ഇത് കേട്ടോ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ടൈമാണ്. നമ്മുടെ വീടിൻ്റെ ആ ഒരു മൂലയിൽ സൂര്യനെ ഞാൻ ഇപ്പോൾ കാണിച്ചത്. നമ്മുടെ ആ ഫുള്ള് റൗണ്ടിൽ ഈ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുക. അപ്പോൾ എന്തായാലും എടുക്കാതെ വരുന്ന എനിക്ക് വിഷമമായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും എടുത്തതേ. വരുന്നതിൻ്റെ അന്ന് രാവിലെ കേട്ടോ. ഞാനും രാക്കയും രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ എഴുന്നേറ്റു. അങ്കു സുഖമായിട്ട് ഉറങ്ങാം. ഒരു 10 മണി, ഒരു 9:30-10 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടു. പാലൊക്കെ തീർത്ത് കംപ്ലീറ്റ് ഫ്രിഡ്ജും ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഒരുവിധം സാധനങ്ങളൊക്കെ തീർത്തിട്ട് പിന്നെ വാങ്ങിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 തേങ്ങ ഉള്ളത് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ട്രേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസും അങ്ങനെയുള്ള കാര്യങ്ങളും മയണൈസ് സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. പിന്നെ ചെടികൾ നമ്മുടെ ബാൽക്കണിയിലോട്ട് എടുത്ത് വെച്ചു. കാരണം ഞാൻ മെയ്ഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിക്കാം. മെയ്ഡ് ഡെയിലി വന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. ഞാനൊരു കീ കൊടുത്തിട്ടാണ് പോകുന്നത്. പുള്ളിക്കാരിയുടെ എപ്പോഴും ഒരു സ്പെയർ കീ കൊടുത്തിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പുള്ളിക്കാരി വന്ന് ചെയ്തോളും. അപ്പോൾ ചെടിക്കും വെള്ളം ഒഴിച്ച് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടേക്കുമല്ലോ. അതിനായിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ കീ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേനീച്ചക്കൂടിനോട് ബൈ പറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം വെച്ചാൽ തിരിച്ചു വരുമ്പോൾ തേനീച്ചക്കൂട് കാണത്തില്ല. നമ്മളിവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് എങ്ങനെയാണെന്ന് വെച്ചാൽ കെമിക്കലോ അല്ലെങ്കിൽ പുകയ്ക്കോ എന്തോ ചെയ്തിട്ട് അവർ ചെയ്യും. നമ്മുടെ മുന്നിൽ വെച്ച് കാണാനൊരു വിഷമം. നമ്മൾ പോകുന്ന ടൈമിൽ അവരത് ഒഴിപ്പിക്കും കേട്ടോ. അപ്പോൾ അതിന് ഒരു ബൈ കൊടുത്തു. പിന്നെ ദേ നമ്മുടെ വണ്ടി റെഡി ആയിട്ട് കിടപ്പുണ്ട് കേരളം വരെ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളതേ റെഡിയായി ഇറങ്ങി. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് കഴിക്കാമല്ലോ വെച്ചിട്ട്. ഉള്ള ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ മസ്ക് മെലൻ, ഹണി മെലൻ എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം ഉള്ളത് കുറച്ച് തണുപ്പോടുകൂടി തന്നെ പീസ് ചെയ്ത് ഞാനടുത്ത് വെച്ചെടുത്തു. പിന്നെ നമ്മുടെ പെട്ടികളായിട്ട് 3 പേരുടെയും ഡ്രസ്സിന് ഓരോ പെട്ടികളും, പിന്നെ 2 ബാക്ക് പാക്ക് എടുത്തു. ഹോട്ടൽസിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എടുക്കാനും പിന്നെ നമ്മൾ ഇട്ട തുണിയൊക്കെ വെക്കാനും ഒക്കെ. പിന്നെ ഹാൻഡ് ബാഗും തലഹാണിയും 2 ചെറിയ ക്വിൽട്ടുണ്ടല്ലോ അതും കൂടെ എടുത്തു. കാരണം എനിക്കിങ്ങനെ സുഖമായിട്ട് കിടക്കാൻ പറ്റും അവിടെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഓൾമോസ്റ്റ് ഒരു 10 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് മെല്ലെ മെല്ലെ വരുന്നുള്ളൂ, ധൃതി ഒന്നും വെക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 4 ദിവസം എടുത്തിട്ടാണ് നമ്മൾ കേരളത്തിലെത്തിയത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മുടെ തൊട്ടടുത്തൊരു 3/4 മണിക്കൂർ പോലും വേണ്ട അവിടെ എത്താൻ. JD ഹെവൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരുവിധം നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബ്രഞ്ചായിട്ട് കഴിക്കുക. അപ്പോൾ ഓർഡർ ചെയ്തത് പൂരി ബാജി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ പൂരി ബാജി ഓർഡർ ചെയ്തു. അങ്കുവിന് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് അത് ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ പറാട്ട പറഞ്ഞു, നമ്മുടെ കോളിഫ്ലവറിൻ്റെ പറാട്ട ഉണ്ടല്ലോ. അപ്പോൾ അവർ അത് സെർവ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂരി വന്നിട്ടുണ്ട്, കൂടെ വെജിറ്റബിൾ ബാജി, അതായത് നമ്മുടെ വെജിറ്റബിൾ കറി പോലെ ഒരു സംഭവം. പിന്നെ തൈര് കൊണ്ടുവച്ചു. പറാട്ടയ്ക്കാണ് അച്ചാറും ബട്ടറും ഇതൊക്കെ പറാട്ടയുടെ കോമ്പിനേഷൻ ആണല്ലോ. അങ്കുവിന് സാൻഡ്വിച്ചാണ്. അവന് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് കണ്ണു പോകത്തുള്ളൂ. ഇതൊക്കെ കൊടുത്താലും കഴിക്കാനൊന്നും ഇരിക്കത്തില്ല. പിന്നെ അവന് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഓർഡർ ചെയ്തിട്ടെന്ന് വെച്ചത് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാൻഡ്വിച്ച് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നമുക്കങ്ങ് ഇറങ്ങാമല്ലോ. രാവിലെ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ ഇതിലും ലേറ്റ് ആവും. പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും വന്നങ്ങ് ഭക്ഷണം കഴിച്ചിറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ അവിടെ തന്നെ അടുത്തുള്ള, ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ 3/4 മണിക്കൂർ കഷ്ടിച്ച് അത്രേ ഉള്ളൂ. ഇത് ശരിക്കും ഒരു റൂംസൊക്കെ ഉള്ളൊരു വലിയ ഹോട്ടലാണ്, അതിൻ്റെ റെസ്റ്റോറൻ്റാണ്. നമുക്ക് അറിയാവുന്നതാണ്, ഞങ്ങൾ വന്നിട്ടുണ്ട് 2-3 വട്ടം. അങ്കു അപ്പോൾ ട്രിപ്പിൻ്റെ മൂടൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ഹരിയാനയിൽ ഇപ്പം അധികം കൃഷിയുള്ള സമയമൊന്നും അല്ല, ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരിശായിട്ട് കിടക്കുക. പിന്നെ എന്തൊക്കെയോ അവിടെ ഇവിടെ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ നട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് അവർ നടുന്നൊരു ടൈം ആകുന്നേ ഉള്ളൂ. ഈ ഒത്തിരി, അതായത് കൊടും വേനൽ കഴിഞ്ഞിട്ടാണ് അവരിനി കൂടുതലും നല്ല നല്ല കൃഷി ഇറക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹരിയാന ബോർഡർ കഴിഞ്ഞ് അടുത്ത UP ആണ്. UPയിലും കൃഷി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഹരിയാനയുടെ അത്രയും പോലും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല.
ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.